തലസ്ഥാനത്തെ രാഷ്ട്രീയ ചൂട് ചെറുതല്ല. പ്രത്യേകിച്ചും ക്ലിഫ് ഹൗസിനേക്കാൾ കോർപ്പറേഷൻ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വാർത്തകളുടെ ഒഴുക്ക് കൂടുതലായിട്ടും വരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരാകും മേയർ എന്നത് കഴിഞ്ഞപ്പോൾ മേയർ ആകാതെ പോയ കൗൺസിലർ എവിടെ ഇരിക്കും എന്നതായി വാർത്ത. ഒഴിപ്പിക്കാനെത്തിയ മാഡത്തോട് പഴയ പോലീസ് പരിപാടി ഇവിടെ വേണ്ട എന്ന് MLA കട്ടായം പറഞ്ഞതോടെ കാര്യങ്ങൾ വീണ്ടും കൊഴുത്തു. കൊണ്ടും കൊടുത്തും ശ്രീലേഖ പ്രശാന്ത് ഓഫീസ് തർക്കം മൂർച്ഛിച്ചു. ഇതാ ഇപ്പോൾ അതിനൊരു ആന്റി ക്ലൈമാക്സ് കൂടി ഇന്ന് വന്നിരിക്കുകയാണ്. MLA ഓഫീസ് മാറുന്നു എന്നുള്ളത്. അപ്പോൾ MLA ഓഫീസ് മാറുന്നത് ശ്രീലേഖ മാഡം വന്ന് പേടിപ്പിച്ചത് കൊണ്ടല്ല എന്നാണ് പറയുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ശ്രീലേഖയാണോ MLA കുടിയൊഴിപ്പിച്ചത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ യോഗ്യർ തലസ്ഥാനത്തുകാർ തന്നെയാണ്. അപ്പോൾ അവർ ഇതിനെയൊക്കെ നോക്കി കാണുന്നുണ്ട്, അവരിതൊക്കെ കാണുന്നുണ്ട്, ഈ പോരൊക്കെ ജനങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം എന്താണ് എന്ന് ദേവൻ കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടുവരാം. വട്ടിയൂർക്കാവ് MLA അഡ്വക്കേറ്റ് VK പ്രശാന്തും ശാസ്തമംഗലം കൗൺസിലർ ശ്രീലേഖയും തമ്മിൽ ഓഫീസ് മുറി പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലിതാ ഇപ്പോൾ അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA ശാസ്തമംഗലത്തെ ഓഫീസ് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നിപ്പോൾ VK പ്രശാന്ത് MLA ഓഫീസ് മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം അതിലെന്താണ് പറയാനുള്ളത്? ശാസ്തമംഗലത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം MLA ഇത്തിരി അടുത്ത് കിട്ടുന്നത് മാറിപ്പോവും, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇതാരെ പറയും പോലെ MLA സംബന്ധിച്ച് ഇനി വരുന്ന 3-4 മാസം വളരെ നിർണായകമായ സമയമാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ആവശ്യമില്ലാത്ത വിഷയത്തിൽ കയറി കടിച്ചു നിൽക്കണേക്കാളും നല്ലത് MLAയുടെ ഓഫീസ് മരുതൻകുഴി എന്നാൽ അല്ലെങ്കിൽ ഇനി എവിടെയാണെന്ന് പറഞ്ഞാലും അതായത് കാണാൻ ആളുകൾ എത്തും. പക്ഷേ ശാസ്തമംഗലത്തുകാർക്ക് ആ ഒരു ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടിച്ച ആളുകൾ ശാസ്തമംഗലത്തുകാരുടെ ആളുകളാണല്ലോ, അതുകൊണ്ട് അതങ്ങ് പോവും, അത്രയേ ഉള്ളൂ. പിന്നെ മാഡത്തിന് ഇവിടെ വലിയ ഓഫീസ് വേണമെന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ, കോർപ്പറേഷൻ വകയുള്ള ബിൽഡിംഗ് ആണല്ലോ. അപ്പോൾ ഞാനൊരു മത്സരത്തിന് രണ്ടുപേർക്ക് ഭാഗത്തും ന്യായമുണ്ടാവാം, അന്യായമുണ്ടാവാം. രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, നമ്മുടെ നാട് ഭരിക്കേണ്ട ആൾക്കാരാണ്. അങ്ങനെ തെറ്റാണല്ലോ അത്. MLA നല്ലൊരു മനുഷ്യനല്ലേ, അവിടെ ഇരുന്നോട്ടെ, അവരടുത്ത് പോകാൻ പറയാം. എത്ര വർഷം കൊണ്ട് അവരിയ്ക്കുന്നത്, പ്രശാന്ത് തന്നെ ഇരിക്കണം. ഇവിടെ ഇരുന്നപ്പോൾ എല്ലാവരും വഴി ചോദിക്കാൻ വരെ എല്ലാവർക്കും വിളിച്ച് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ഇനി മാറുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരുടെ തീരുമാനം പ്രത്യേക തീരുമാനമാണ് കൗൺസിലറെ, അല്ലാതെ അവർ നല്ല ഇതിൽ മെജോറിറ്റിയിൽ വന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും MLA ആഫീസ് മാറിയ അവരെച്ചാൽ അവരുടെ ഒരു കാര്യം ചെയ്യുമ്പോൾ തടസ്സപ്പെടുമെന്നുള്ള ഒരു വിചാരം. രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമല്ല, അതിനെക്കുറിച്ച് നമ്മുടെ വ്യക്തി ഇൻഡിവിജ്വലായിട്ടുള്ള അവരതിനകത്ത് എന്താണ് രാഷ്ട്രീയം കണ്ടേക്കണം എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇതെല്ലാം ഫൈനലി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുക. എവിടെ ഓഫീസിൽ നിന്നാലും പ്രവർത്തിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് നേരത്തെ തന്നെ ഇത് ചെയ്യേണ്ടതായിരുന്നു. ഇതിപ്പോൾ ആരെങ്കിലും ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്. MLA എന്നുള്ള സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് അതിൻ്റേതായ പാകതയും പക്വതയും ഉണ്ടെന്നല്ല ഞങ്ങളെല്ലാവരും കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഇത് ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതാണ് വേറൊരു വിഷയം. ഈ ഒരു വിഷയം ഉണ്ടാക്കിയതിന് പുള്ളി ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വന്നത്. കൗൺസിലർക്ക് അർഹതപ്പെട്ടതാണ്. അത് ഏത് പാർട്ടിയായാലും അർഹതപ്പെട്ട മെമ്പർമാർക്ക് അത് അനുവദിച്ചു കൊടുത്തത്. അത് MLA ആയാലും MP ആയാലും അത് അതാ സ്ഥലത്ത്. കാരണം ഒരു വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മാഡത്തിന് കൗൺസിലർക്ക് ആ റൂമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള വാർഡിനകത്ത് മാത്രമേ ഉപയോഗിക്കാം, അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ളത് മാത്രമേ ഉപയോഗിക്കാം. MLAക്ക് നേരെ മറിച്ചാണ്. ആ മണ്ഡലത്തിൽ എവിടെ വേണോ അദ്ദേഹത്തിന് റൂം തുറക്കാവുന്നതാണ്. പക്ഷേ അത് മാറുന്നത് നല്ല കാഴ്ചപ്പാട് കൂടിയാണ്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. എന്തായാലും നല്ല തീരുമാനമാണ്. കൗൺസിലർ തന്നെയാണ് അവിടെ ഇരിക്കാൻ അർഹതയുള്ള ആൾ. ആ പ്രദേശത്ത് ആ ഒരു പ്രദേശത്ത് മാത്രമല്ലേ കൗൺസിലറുള്ളൂ, MLA പോലെ അല്ലല്ലോ. കഴിഞ്ഞ 7 വർഷമായി തുടർന്നു വന്ന ഓഫീസ് മാറുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ചില വിഭാഗം ആൾക്കാർ പറയുമ്പോൾ വിവാദങ്ങളുടെ ഒന്നും പശ്ചാത്തലമില്ലാതെ തന്നെ MLAക്ക് ഈ തീരുമാനം മുൻപേ കൈക്കൊള്ളാമെന്നായിരുന്നു ഒരു വിഭാഗം അവകാശപ്പെട്ടത്. ഏതായാലും വട്ടിയൂർക്കാവ് MLA ഇനി മുതൽ മരുതൻകുഴിയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചും ശാസ്തമംഗലം കൗൺസിലർ ശ്രീലേഖ ശാസ്തമംഗലത്തെ ഓഫീസ് കേന്ദ്രീകരിച്ചുമായിരിക്കും ഇനി മുതൽ പ്രവർത്തിക്കുക. ശാസ്തമംഗലത്ത് നിന്നും MP ദേവൻ, ന്യൂസ് മലയാളം.